പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന സിപിഐയും ഒരുപോലെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമാണ്. നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ച ഏറെ നിർണായകമാണ്. രണ്ട് പാർട്ടികളുടെയും നേതൃയോഗങ്ങൾ നാളെ ചേരുന്നുണ്ട്. LDF യോഗത്തിന് മുന്നോടിയായി ധാരണയിൽ എത്താനാണ് CPIM മുൻകൈയെടുക്കുന്നതെങ്കിലും പദവി വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്നതാണ് ചർച്ചയെ സങ്കീർണമാക്കുന്നത്. റോഷി നമുക്കൊപ്പം തുടരുകയാണ്. റോഷി, അപ്പോൾ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ രണ്ടു കൂട്ടരും നടത്തിക്കഴിഞ്ഞു. അതായത് ഒരു കീഴ്വഴക്കമുണ്ട്. അപ്പോൾ ഇടയ്ക്കിടെ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല, അത് പരിഗണിക്കുന്നില്ല എന്നുള്ള സൂചന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് പറഞ്ഞത്. എന്നാൽ കീഴ്വഴക്കങ്ങൾ മാറ്റേണ്ടതാണ്. കീഴ്വഴക്കങ്ങളെക്കാൾ വലുതാണ് LDF-ഉം അതോടൊപ്പം സംവിധാനം ഒരുമിച്ചുള്ള പോക്ക് രാഷ്ട്രീയം എന്നുള്ളത് ഇന്നലെ ബിനോയ് വിശ്വം പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ ഇരുപക്ഷവും അവരുടേതായ നിലപാടുകൾ ഉറച്ചു നിൽക്കുമ്പോൾ ഇനി എന്ത് സംഭവിക്കും റോഷി? ഷിഹാസ്, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വിട്ടു നൽകില്ലെന്ന് CPI കടുത്ത നിലപാട് സ്വീകരിക്കുന്നു. ഇക്കാര്യത്തിൽ അവ്യക്തതയുള്ളത് കൊണ്ട് തന്നെ പരസ്യമായി CPIയുടെ നേതാക്കൾ അവരുടെ നിലപാട് പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഈ ഘട്ടത്തിലാണ് പ്രശ്നങ്ങൾ തീർക്കാനുള്ള ശ്രമം CPIM നേതൃത്വം നടക്കുന്നത്. അതുകൊണ്ട് നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിൽ ഒരു സമവായം ഉണ്ടായില്ലെങ്കിൽ വലിയ പൊട്ടിത്തെറി ഒരുപക്ഷെ പ്രതിപക്ഷത്തുണ്ടാവുകയും ചെയ്യും. കാരണം നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി, ആ തിരിച്ചടിക്ക് പിന്നാലെ മുന്നണിയിൽ ഭിന്നത ഉണ്ടാകരുത് എന്ന അഭിപ്രായം അത് LDF-ൽ പ്രത്യേകിച്ച് CPM-നുണ്ട്. LDF-നെ നയിക്കുന്ന CPM-ന്. അതുകൊണ്ട് CPM തന്നെ അത് മുൻകൈയെടുത്ത് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു. ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPM-ന് തന്നെ വേണം എന്ന കാര്യം CPI-യെ ബോധ്യപ്പെടുത്താനായിരിക്കും ശ്രമം നടക്കുക. ഇന്ന് CPI സംസ്ഥാന യോഗം നടക്കുന്നുണ്ട്. നാളെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റുമുണ്ട്. ഈ യോഗങ്ങളിലേക്ക് പ്രധാന വിഷയമായി ഇത് ഉയർന്നു വരികയും ചെയ്യും. LDF യോഗത്തിന് മുമ്പ് തന്നെ CPI-യും CPM-ഉം തമ്മിലുള്ള ഈ ആശയക്കുഴപ്പം, ആ തർക്കം പൂർണ്ണമായും പരിഹരിക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും നടക്കുക.